ബംഗ്ലാദേശിൽ ഒരു യുവ നേതാവിന് കൂടി വെടിയേറ്റിട്ടുണ്ട്. ഈ കഴിഞ്ഞ ആഴ്ചയാണ് മറ്റൊരാൾ വെടിയേറ്റ് കൊല്ലപ്പെട്ടത്. ഷെരീഫ് ഒസ്മാൻ ഹാദി എന്ന് പറയുന്ന ഒരു നേതാവാണ് കൊല്ലപ്പെട്ടത്. അതിന് പിന്നാലെയാണ് ഇപ്പോൾ മുത്തലിഖ് ഷിക്ദാർ എന്ന് പറയുന്ന ഒരു യുവ നേതാവിന് കൂടി വെടിയേറ്റിരിക്കുന്നത് എന്നാണ്. ഇയാൾ 42 വയസ്സുള്ള ഒരു നേതാവാണ്. മുത്തലിഖ് ഷിക്ദാറാണ് വെടിയേറ്റത്. ആരാണ് വെടിവെച്ചതെന്ന് അറിയില്ല. നേരത്തെ ഈ പറയുന്ന ഷെരീഫ് ഒസ്മാൻ ഹാദിയെ വെടിവെച്ചത് ഇന്ത്യയാണെന്നൊക്കെ ആരോപിച്ചിരുന്നു. പക്ഷേ ഇപ്പോൾ അവിടുത്തെ അന്വേഷണ ഏജൻസികൾ തന്നെ കണ്ടെത്തിയിരിക്കുകയാണ് ഇത് ഫൈസൽ കരീം മസൂദ് എന്ന് പറയുന്ന ഒരു ആളാണ്. അതായത് അവാമി ലീഗിൻ്റെ വിദ്യാർത്ഥി സംഘടനയായിട്ടുള്ള ഛാത്ര ലീഗുണ്ട്. ഛാത്ര ലീഗിൻ്റെ നേതാവാണ് ഈ ഫൈസൽ കരീം മസൂദ് എന്ന് പറയുന്നത്. അയാളാണ് വെടിവെച്ചതെന്നാണ് പറയുന്നത്. ഇന്ത്യക്ക് നേരെ റോയാണ് ചെയ്യുന്നത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇന്ത്യ വിരുദ്ധ പ്രക്ഷോഭങ്ങൾ നടത്തുകയായിരുന്നു ബംഗ്ലാദേശിൽ. വലിയ ആക്രമണമാണ് അവിടുത്തെ ഹിന്ദുക്കൾ നേരിട്ടുകൊണ്ടിരിക്കുന്നത്. ഒരു ഹിന്ദു ആയിട്ടുള്ള ദീപുദാസിനെ അടിച്ചു കൊന്ന് എടുത്ത് കത്തിക്കുന്ന അവസ്ഥ വരെ ഉണ്ടായി. പിന്നെ അതുപോലെ തന്നെ ഈ പറയുന്ന ഹിന്ദു വീടുകൾക്ക് നേരെ ആക്രമണം ഉണ്ടായി. അപ്പം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ വലിയ അതിഭീകരമായ ആക്രമണങ്ങളാണ് നടക്കുന്നത്. ഒരു സ്ത്രീ റിക്ഷയിൽ പോകുമ്പോൾ അവരുടെ നേരെ ഒരു ആൾക്കൂട്ടം പാഞ്ഞെടുത്തിട്ട് നിങ്ങൾ ബുർഖ ധരിക്കാത്തത് എന്തുകൊണ്ടോ എന്ന് ചോദിച്ചുകൊണ്ട് മാരകമായി മർദ്ദിക്കുകയാണ്. പിന്നെ അതുപോലെ തന്നെ സൂപ്പർ മാർക്കറ്റുകളിൽ നിന്ന് ഇറങ്ങി വരുന്ന സ്ത്രീകളെ, ഹിന്ദു സ്ത്രീകളെയൊക്കെ ഇത് മുസ്ലിം രാജ്യമാണ്, നിങ്ങൾ ബുർഖ ധരിക്കാതെ പുറത്തിറങ്ങരുത് എന്ന് പറഞ്ഞുകൊണ്ട് ആക്രമിക്കുന്നതും ഭീഷണിപ്പെടുത്തുന്നതുമായിട്ടുള്ള വീഡിയോ. ഹിന്ദു വീടുകൾക്ക് നേരെ ഈ ഇസ്ലാമിക ജിഹാദി കൂട്ടങ്ങൾ അതിവേഗത്തിൽ ഇങ്ങനെ ഓടി പാഞ്ഞ് വടിയും പെട്രോൾ ബോംബും കല്ലുമൊക്കെ ആയിട്ട് ഇങ്ങനെ പാഞ്ഞെടുക്കുന്നതിൻ്റെ വീഡിയോകളും നിരവധി വീഡിയോകളും ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട്. ബംഗ്ലാദേശിൽ നടുക്കുന്ന കാഴ്ചകളാണുള്ളത്. എന്നാൽ ഇത് ഹിന്ദു സമൂഹത്തിന് നേരെ മാത്രമല്ല, ഈ ഇന്ത്യയോട് സഹകരിച്ച് പോകുന്ന ഏതൊരു രാഷ്ട്രീയ പാർട്ടിക്കും അവിടെ ഈ അവാമി ലീഗ് നിരോധിക്കപ്പെട്ടു, ഛാത്ര ലീഗ് നിരോധിക്കപ്പെട്ടു. അതുപോലെ തന്നെ ഇപ്പോൾ BNPയുടെ നേതാക്കൾക്ക്, ബംഗ്ലാദേശ് നാഷണലിസ്റ്റ് പാർട്ടിയുടെ നേതാക്കളുടെ വീടുകൾ തീവയ്ക്കുകയാണ്, ആക്രമിക്കുകയാണ്. അതിൽ പ്രധാനപ്പെട്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടുത്തെ ഒരു പ്രാദേശിക നേതാവുണ്ട്. അയാൾ അവിടുത്തെ ഒരു ഫെർട്ടിലൈസർ ബിസിനസ്മാൻ കൂടിയാണ്. അവിടെ വ്യാപാരം നടത്തി ഈ പറയുന്ന വളക്കച്ചവടമൊക്കെ ചെയ്ത് വളങ്ങളൊക്കെ കച്ചവടം ചെയ്യുന്ന ഒരാളാണ്. ഭാബാനിഗഞ്ച് എന്ന് പറയുന്ന മേഖലയുടെ BNPയുടെ യൂണിയൻ അസിസ്റ്റൻ്റ് ഓർഗനൈസിങ് സെക്രട്ടറിയാണ്. BNPയുടെ അവിടുത്തെ യൂണിയൻ്റെ നേതാവൊക്കെയാണ്. അപ്പോൾ ഇങ്ങനെയുള്ള ഒരാളുടെ വീടിന് നേരെയാണ് വലിയ ആക്രമണം നടത്തിയത്. ബലാൽ ഹുസൈൻ എന്ന് പറയുന്നത് മുസ്ലിമായിട്ടുള്ള ആളുടെ വീടിന് നേരെ ആക്രമണം നടത്തി. ഇയാൾക്ക് 16, 14, 7 വയസ്സുള്ള 3 പെൺകുട്ടികളുണ്ട്. അതിൽ 7 വയസ്സുള്ള കുട്ടിയുടെ പേര് ഐഷ എന്നാണ്. ഇവർ 3 പേരെ പെട്രോൾ ഒഴിച്ച് കത്തിച്ചു. അതിൽ ഈ 7 വയസ്സുള്ള കുട്ടി മരിച്ചു. ബാക്കി 2 കുട്ടികൾക്ക് ഗുരുതരമായി പരിക്കേൽക്കുകയാണ് ചെയ്തത്. അതായത് ഇയാളുടെ അമ്മ, ഈ നേതാവിൻ്റെ അമ്മ അവിടെ രാത്രിയിൽ ഏതാണ്ട് 12 മണി ഉറങ്ങിക്കിടക്കുമ്പോൾ ശബ്ദം കേട്ടിട്ട് ഇവരയിച്ച് ജനാലയിലൂടെ നോക്കുമ്പോൾ അടുത്തുള്ള ഇവരുടെ 2 പെൺമക്കളുടെ ടിൻ ഷെഡ് കൊണ്ടുള്ള വീടുണ്ട്. ആ വീടിന് മുകളിലേക്കും വശങ്ങളിലും ഒക്കെ പെട്രോൾ ഒഴിച്ച് തീയിടുന്നതാണ് ഇവർ കാണുന്നത്. അങ്ങനെ ഇവരെ അലറി വിളിച്ച് ബഹളം വയ്ക്കുന്നു. നോക്കുമ്പോൾ ഇവരുടെ മറ്റ് സഹോദരിമാർക്കും പലർക്കും നേരെ ആക്രമണം നടക്കുന്നു. ഈ കുട്ടികളെ പിടിച്ച് വീടിന് വെളിയിലിറക്കി പെട്രോൾ ഒഴിച്ച് കത്തിക്കുന്നു. അതിൻ്റെ അമ്മയെ വീടിനകത്ത് പൂട്ടിയിട്ടു, വാതിലടച്ചിരിക്കുകയാണ്. ഇവർക്ക് വെളിയിലേക്ക് ഇറങ്ങാൻ കഴിയാത്ത രീതിയിലകത്ത് വെച്ചിട്ട് കത്തിക്കുകയാണ്. ഗുരുതരമായി പൊള്ളലേറ്റ 2 കുട്ടികൾ കൂടി ചികിത്സയിലാണെന്നുള്ളത്. അപ്പോൾ അതിഭീകരമായ ആക്രമണങ്ങളാണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഒരു വിധത്തിലും മനുഷ്യർക്ക് ജീവിക്കാൻ കഴിയാത്ത സാഹചര്യം. അവർക്ക് ഇന്ത്യ വിരുദ്ധത എന്ന് പറയുന്ന ഈ ജമാഅത്തെ ഇസ്ലാമിയുടെ നീക്കമാണ് അതിഭീകരമായ കലാപമായിട്ട് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഭീകരരാണ് ഇപ്പോൾ അവിടെ പിടിമുറുക്കിയിരിക്കുന്നത് എന്നുള്ളത് ഷെയ്ഖ് ഹസീന പറയുന്നുണ്ട്. അവിടുത്തെ ജനങ്ങൾ, സാധാരണക്കാരായ സാമാന്യ ജീവിതം നയിക്കാൻ ആഗ്രഹിക്കുന്ന ജനങ്ങൾ മൊത്തം വലിയ ദുരിതത്തിലാണ്. അവിടെ ഇപ്പോൾ വാഴ്ന്നുകൊണ്ടിരിക്കുന്നത് ഭീകരർ, ഗുണ്ടകൾ, മത തീവ്രവാദികൾ. ഇവർക്കൊക്കെ വലിയ രസമാണ്. അവർ കലാപം നടക്കുന്നു, ആരെയും കൊള്ളയടിക്കാം, ആരെയും ബലാത്സംഗം ചെയ്യാം. ഹിന്ദു സ്ത്രീകളെ പലരെയും ബലാത്സംഗം ചെയ്തതിൻ്റെ വീഡിയോകൾ, ഈ പറയുന്ന ബലാത്സംഗം ചെയ്തവർ റോഡിൽ കുത്തിയിരുന്ന് കരയുന്നതിൻ്റെ വീഡിയോകൾ ഒക്കെ, ഒരുപാട് വീഡിയോകളൊക്കെ പുറത്തു വന്നു. പാകിസ്ഥാനിൽ നിന്ന് കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ പുറത്തു വന്നു. ഒരു പാകിസ്ഥാൻ ജനറലിൻ്റെ മകൻ ഒരു വിവാഹം പാർട്ടി പോകുന്ന സിന്ധിലൊരു കുടുംബം വിവാഹത്തിൻ്റെ ചടങ്ങിലേക്ക് വിവാഹം കഴിഞ്ഞിട്ട് പോകുമ്പോൾ ആ ബന്ധുക്കളെയൊക്കെ അടിച്ച് റോഡിലിട്ടിട്ട് ഈ യുവതിയെ എടുത്ത് കാറി കയറ്റി കൊണ്ടുപോകുന്നതിൻ്റെ വീഡിയോ സാമൂഹ്യ മാധ്യമങ്ങളിലുണ്ട്. ഇത് പാകിസ്ഥാനിൽ സംഭവിക്കുന്നതാണ്. ഹിന്ദുവായിട്ടുള്ള സിന്ധ് മേഖലയിലുള്ള ഒരു പെൺകുട്ടിയെ തട്ടിക്കൊണ്ടുപോകുന്നത്. അപ്പോൾ അതുപോലെ ബംഗ്ലാദേശിൽ ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. അച്ഛൻ്റെയും സഹോദരൻ്റെയും കൂടെ ഭർത്തൃ വീട്ടിലേക്ക് മടങ്ങിപ്പോവുകയായിരുന്ന ഒരു ഹിന്ദു യുവതിയെ കൂട്ടമായി ബലാത്സംഗം ചെയ്തു. ഇവരെ 2 പേരെയും പിടിച്ച്
കെട്ടിയിട്ട് കഴുത്തിൽ കത്തി വെച്ചിട്ട് കുറേ ആളുകൾ ചേർന്ന് ഈ പെൺകുട്ടിയെ ബലാത്സംഗം ചെയ്തു. ഇതാണ് ബംഗ്ലാദേശിൽ നടന്നുകൊണ്ടിരിക്കുന്നതെന്ന്. അതിഭീകരമായ ബലാത്സംഗങ്ങൾ, കവർച്ച, തീവയ്പ്, ആക്രമണങ്ങൾ, ഭീഷണി, മർദ്ദനം, ഇതൊക്കെയാണ്, അടിച്ചു കൊല്ലുക, അങ്ങനെ നിരന്തരമായിട്ടുള്ള ആക്രമണം. അപ്പോൾ ഈ പറയുന്ന കൊല്ലപ്പെട്ട ദിബുദാസിൻ്റെ സഹോദരൻ പറയുന്നുണ്ട്, മൃഗങ്ങൾക്ക് പോലും ഈ അവസ്ഥ ഉണ്ടാകാറില്ല, അത്രയും ഭീകരമാണ് ബംഗ്ലാദേശിലെ അവസ്ഥ, ഇവിടെ ഒരു നീതി ഉറപ്പാകുന്നതല്ല എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അവിടുത്തെ പോലീസുകാർക്ക് നേരെ പോലും, ഹിന്ദു ആണെങ്കിൽ പോലും, പോലീസാണെങ്കിലും അത് ഹിന്ദു ആണെങ്കിൽ അവർക്ക് നേരെ ആക്രമണം ഉണ്ടാവും. അതുപോലെ തന്നെ ഈ പറയുന്ന പോലീസുകാർ ഈ പറയുന്ന ആൾക്കാർക്ക്, ഈ കലാപകാരികൾക്ക് വേണ്ടവരെ പിടിച്ചുകൊണ്ട് കൊടുക്കുന്ന അവസ്ഥ പോലും ഉണ്ട്. ഈ പറയുന്ന കൊല്ലപ്പെട്ട ദീപുദാസിനെ പോലീസ് കസ്റ്റഡിയിലായിരുന്നു. അവിടെ നിന്നാണ് ഈ ആൾക്കൂട്ടാക്രമണം നടത്തിയവർക്ക് കിട്ടിയെന്നാണ് പറയുന്നത്. ഇന്ത്യയുമായിട്ട് സഹകരിച്ച് പോകുന്ന പത്രങ്ങൾക്ക്, ഇനി ഇന്ത്യയായിട്ട് സഹകരിച്ചെന്നല്ല, അവരൊരു ന്യായമായിട്ടുള്ള കാര്യങ്ങളൊക്കെ എഴുതുന്ന, ഈ ഇന്ത്യ ആഭിമുഖ്യം പുലർത്തുന്ന, ഇല്ലെങ്കിൽ ഇന്ത്യ നല്ലതാണ് ബംഗ്ലാദേശിന് ചെയ്യുന്നത് എന്ന് വിശ്വസിക്കുന്ന, ഇന്ത്യ എന്ത് ദോഷമാണ് ബംഗ്ലാദേശിന് ചെയ്തത്? ഒരു ദോഷവും ചെയ്തില്ല. അവിടെ നിന്ന് ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് ആൾക്കാർ ഇന്ത്യയിലേക്ക് കുടിയേറിയിട്ടില്ലേ? അവർക്ക് ഇപ്പോഴും ഇന്ത്യയിൽ ജീവിക്കുന്നുണ്ട്. പലരും പൗരത്വം നേടിയിട്ടുണ്ടാവും, അനധികൃതമോ അധികൃതമോ ആയിക്കോട്ടെ, അവർ ഈ പറയുന്ന പൗരത്വം നേടിയിട്ടുണ്ട്. ഒരുപാട് ആൾക്കാർ ഇവിടെയാണ് ജീവിക്കുന്നത്. ഇന്ത്യ ധാന്യങ്ങൾ കൊടുക്കുന്ന രാജ്യങ്ങളിലൊന്നാണ് ബംഗ്ലാദേശ്. ഇന്ത്യ കൊടുക്കുന്ന വെള്ളമാണ് അവർ ഉപയോഗിക്കുന്നത്, പെട്രോള്, കറണ്ട് എല്ലാം ഇന്ത്യയാണ് കൊടുക്കുന്നത്. ഇന്ത്യ ഒരു സമ്പൂർണ്ണ ഉപരോധം ബംഗ്ലാദേശിന് ഏർപ്പെടുത്തി കഴിഞ്ഞാൽ ബംഗ്ലാദേശിന് നിലനിൽക്കാൻ പോലും ആവില്ല. പട്ടിണിയും പരിവട്ടമായി പോകും ബംഗ്ലാദേശിൻ്റെ അവസ്ഥ എന്നുള്ളതാണ്. അപ്പോൾ അവിടെ ഇപ്പോൾ നമ്മൾ വിസ അനുവദിക്കുന്നുണ്ടായിരുന്നു. ആ വിസ അനുവദിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ വിസ സെൻറ്ററുകൾ ഒരുപാട് സ്ഥലങ്ങളുണ്ട്. ഖുൽന, രാജ്ഷാഹി, സൈൽഹട്ട് തുടങ്ങിയ സ്ഥലങ്ങളിലൊക്കെ, ചിറ്റഗോങ്, ഈ പ്രദേശങ്ങളിലൊക്കെ നമ്മളുടെ വിസ സെൻറ്ററുകളുണ്ട്. ആ വിസ സെൻറ്ററുകളിലാണ് അവിടെ നിന്ന് ആൾക്കാർ ഇങ്ങോട്ടേക്ക് വരുന്നത്, എഡ്യൂക്കേഷന് വേണ്ടിയിട്ട്, ചികിത്സയ്ക്ക് വേണ്ടിയിട്ട്, ടൂറിസ്റ്റുകളായിട്ടൊക്കെ. അപ്പം നമ്മളതിൽ വിസകളൊക്കെ നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് കഴിഞ്ഞു. പക്ഷേ ആ വിസകൾ നമ്മൾ 3 വിസ സെൻറ്ററുകൾ അവിടെ, കാരണം ഈ വിസ സെൻറ്ററുകൾ അനുവദിക്കുന്ന നമ്മളുടെ കോൺസുലുകൾക്ക് നേരെ ആക്രമണം നടക്കുകയാണ്, കല്ലേറ് കിടക്കുകയാണ്. ചിറ്റഗോങ്ങിലെ സെൻറ്റർ അടയ്ക്കാനുള്ള കാരണം എന്ന് പറഞ്ഞാൽ അതിന് നേരെ കല്ലേറ് നടന്നു. അപ്പോൾ ഇത്തരത്തിൽ വലിയ തോതിലുള്ള ആക്രമണങ്ങൾ നടക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഇവർക്ക് ഈ പറയുന്ന സെൻറ്ററുകൾ അടയ്ക്കേണ്ടി വന്നത്. എന്നിട്ട് ഇന്ത്യ 3 സെൻറ്ററുകൾ, വിസ സെൻറ്ററുകൾ തുറന്നു. അത് എന്തിനെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും ഗുരുതരമായിട്ടുള്ള ഹ്യൂമാനിറ്റേറിയൻ കൺസിഡറേഷൻ, അതായത് മാനുഷികമായിട്ടുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ചികിത്സാർത്ഥം വരുന്നവർക്ക് വിസ അനുവദിക്കണം എന്നുള്ള ഒരു കാര്യം വെച്ചായിരുന്നു ഇന്ത്യ വിസ അനുവദിച്ചത്. ഇപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ 3 സെൻറ്ററുകൾ റീഓപ്പൺ ചെയ്തു. പക്ഷേ ഇപ്പോൾ കേൾക്കുന്ന വാർത്ത എന്ന് പറയുന്നത് ബംഗ്ലാദേശ് അവിടേക്കുള്ള വിസ ബന്ധങ്ങളെല്ലാം അവസാനിപ്പിച്ചുകൊണ്ട് ഇത് ഷട്ട് ഡൗൺ ചെയ്തേക്കുകയാണ് എന്നുള്ളതാണ്. അപ്പോൾ ഇന്ത്യയിലേക്കുള്ള വിസ സേവനങ്ങളാണ് ബംഗ്ലാദേശ് നിർത്തിവെച്ചിരിക്കുന്നതെന്നാണ്. എപ്പോഴാണ് പുനരാരംഭിക്കുക എന്ന് പോലും പറഞ്ഞിട്ടില്ല. ഒഴിവാക്കാൻ ആവാത്ത സാഹചര്യത്തിലാണ് ഇനിയൊരു മുന്നറിയിപ്പ് ഉണ്ടാകുന്നത് വരെ വിസ സേവനങ്ങൾ നിർത്തിവെക്കുന്നുവെന്നാണ് ബംഗ്ലാദേശ് അവരുടെ ഈ പറയുന്ന ഇഷ്യൂ ചെയ്തിരിക്കുന്ന നോട്ടീസിൽ പറയുന്നത്. അപ്പോൾ അതീവ ഗുരുതരവും ദാരുണവുമായ സാഹചര്യങ്ങളിലൂടെ ബംഗ്ലാദേശ് കടന്നു പോകുന്നു. അവിടുത്തെ രാഷ്ട്രീയ സാഹചര്യങ്ങൾ, ഷെയ്ഖ് ഹസീന അങ്ങോട്ട് തിരിച്ചു എത്തിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് വലിയ മുറവിളി കൂട്ടുന്നുണ്ട്. അപ്പോൾ ഷെയ്ഖ് ഹസീന പറഞ്ഞ് ഞാൻ ബംഗ്ലാദേശിലേക്കില്ല, ഒരു രാഷ്ട്രീയ കൊലപാതകം നടത്താനാണ് അവർ വിളിക്കുന്നത്. അവർ വിളിക്കുന്നത് കൊലയ്ക്ക് കൊടുക്കാൻ വേണ്ടിയിട്ടുണ്ടാവും. ഹസീന അവിടെ കിട്ടിക്കഴിഞ്ഞാൽ അവർ തൂക്കിക്കൊല്ലും. അവരുടെ പരിപാടി തൂക്കിയോ കഴുത്ത് വെട്ടിയോ എങ്ങനെയെങ്കിലും കൊല്ലും. ഭീകരരാണ് അവിടെ, ഭീകരവാദികൾ മാത്രമാണ് അവിടെ ഭരിക്കുന്നത് എന്നുള്ളത് ഷെയ്ഖ് ഹസീന പറയുന്നുണ്ട്. ക്രമസമാധാനം നിലനിർത്തുന്നതിന് ആ രാജ്യം പരാജയപ്പെട്ടു. അവിടുത്തെ സൈന്യത്തിന്, അവിടുത്തെ പോലീസിന് ഒന്നും ചെയ്യാല്ല, അവിടെ മിണ്ടാതിരിക്കുക, കയ്യും കെട്ടി നോക്കിയിരിക്കുക. അപ്പോൾ അതിഭീകരമായ രീതിയിൽ മാധ്യമപ്രവർത്തകർക്ക് നേരെ ആക്രമണം നടക്കുന്നു, കുട്ടികളെ പച്ചയ്ക്ക് കത്തിക്കുന്നു, ഈ പറയുന്ന മനുഷ്യരെ അടിച്ചു കൊന്ന് കത്തിക്കുന്നു. ഈ അതിഭീകരമാണ് അവിടുത്തെ അവസ്ഥ. വീടുകൾക്ക് തീ വയ്ക്കുന്നു. ഒരു വലിയ ജനക്കൂട്ടം പാഞ്ഞെടുക്കുകയാണ്. ഒന്ന് ആലോചിച്ച് നോക്കൂ. അള്ളാഹു അക്ബീർ, തക്ബീർ എന്നൊക്കെ വിളിച്ചുകൊണ്ട് ഒരു വലിയ ജനക്കൂട്ടം വരികയാണ്. എന്ത് ചെയ്യും? നാളെ ഇത് നിങ്ങളുടെ വീടുകൾക്ക് നേരെ ഉണ്ടായാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യും? നിങ്ങളെ ആര് രക്ഷിക്കാൻ വരും? കല്ല്, വടി, പെട്രോൾ ബോംബ്, ഇതൊക്കെ ആയിട്ടൊരു വലിയ കൂട്ടം വരികയാണ്. തക്ബീർ വിളിച്ചുകൊണ്ട് വീടിന് ചുറ്റും നിൽക്കുകയാണ്. അവർ വാതിലുകൾ ചവിട്ടിപ്പൊളിക്കുകയാണ്. എങ്ങനെ ജീവിക്കാൻ കഴിയും? അപ്പോൾ ഇത്രയും ദാരുണമായ, ദുരന്തപൂർണമായ അവസ്ഥയിലൂടെ ബംഗ്ലാദേശ് കടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. സ്ത്രീകൾക്ക് ഒരു സുരക്ഷയുമില്ല. സ്ത്രീകൾ ഏത് നിമിഷവും ബലാത്സംഗം ചെയ്യപ്പെടാം. ഹിന്ദുവാണ് എന്ന ഒറ്റ കാരണത്താൽ ആക്രമിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് അവിടുത്തെ വലിയൊരു വിഭാഗം പോപ്പുലേഷൻ. അവിടെ ഹിന്ദു നിസ്സാര ജനസംഖ്യ അല്ല ഉള്ളത്, ഹിന്ദു ഭൂരിപക്ഷ ജില്ലകൾ വരെയുണ്ട്. അപ്പോൾ അവിടെ ആ മേഖലകളിൽ പോലും അവർക്ക് സ്വൈരമായിട്ട് ജീവിക്കാൻ കഴിയില്ല. നിർബന്ധിത മതപരിവർത്തനം നടന്നുകൊണ്ടിരിക്കുക. അതിദാരുണവും ഭീകരവുമായ അവസ്ഥയിൽ ഇപ്പോൾ ഇന്ത്യ ഇതിൽ വലിയ ആശങ്ക അറിയിച്ചിട്ടുണ്ട്.
അപ്പോൾ ഇന്ത്യ അവിടെ നമ്മുടെ അതിർത്തികളൊക്കെ സുരക്ഷിതമാക്കുന്നുണ്ട്, ഏതെങ്കിലും വിധത്തിൽ ഭീകരരുടെ അകത്തേക്ക് കടക്കാതിരിക്കാനായിട്ട്. കാരണം പാകിസ്ഥാൻ്റെ അതിർത്തിയിൽ, അന്താരാഷ്ട്ര അതിർത്തിയോട് ചേർന്നുള്ള പ്രദേശങ്ങളിൽ തന്നെ ഏതാണ്ട് 9ഓളം ഭീകര ക്യാമ്പുകൾ തുറന്നതായിട്ട് നമുക്ക് ഇന്നലെ വാർത്തകൾ നമ്മൾ ഇന്നലെ റിപ്പോർട്ട് ചെയ്യുകയും ചെയ്തിരുന്നു. അപ്പോൾ ആ അടിസ്ഥാനത്തിൽ നമ്മളൊന്ന് വളരെയധികം ജാഗ്രത പുലർത്തുന്നുണ്ട്. ഇന്ത്യക്ക് അകത്തേക്ക് നുഴഞ്ഞു കയറാതിരിക്കാൻ, ഭീകരർ കയറാതിരിക്കാൻ വേണ്ടി കടുത്ത നടപടികളും കർശന പരിശോധനയും നടത്തുന്നുണ്ട്. NIA ഓഫീസിൻ്റെ സമീപത്ത് നിന്നിട്ടാണ് ഒരു റൈഫിൾ ടെലസ്കോപ്പ് കിട്ടിയത്. അതുപോലെ തന്നെ ബംഗ്ലാദേശ് അതിർത്തികളിലും വലിയ രീതിയിലുള്ള സേനാവിന്യാസം നടത്തിയിട്ടുണ്ട്. ഈ പറയുന്ന ഭീകരരോ ഇല്ലെങ്കിൽ ബംഗ്ലാദേശികളോ അതിർത്തി ഭേദിച്ച് അകത്തേക്ക് വരാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള മുൻകരുതലുകൾ ഇന്ത്യ ഭരണകൂടം എടുക്കുന്നുണ്ട്, പട്ടാളം എടുക്കുന്നുണ്ട്, വലിയ ജാഗ്രതയിലാണ്. എങ്കിലും ഒരു കാരണവശാലും നമുക്ക് തടയാൻ കഴിയാത്ത ചില കാര്യങ്ങൾ. കാരണം എന്ന് പറഞ്ഞാൽ ഒരു രാജ്യത്തിനകത്താണ് സംഭവിക്കുന്നത് ഈ പ്രശ്നങ്ങൾ. അതിനകത്തേക്ക് കടന്നു ചെന്ന് വേണം നമ്മൾ ഈ പറയുന്ന പ്രശ്നപരിഹാരത്തിൽ കാണാൻ. അങ്ങനെ ചെയ്യാനായിട്ട് എനിക്ക് തൽക്കാലം നിവൃത്തിയില്ല എന്നുള്ളതാണ്. എന്നായാലും അതിദാരുണമാണ് ബംഗ്ലാദേശിൻ്റെ അവസ്ഥ. 7 വയസ്സുകാരിയെ ചുട്ടുകൊന്നിരിക്കുന്നു, യുവാക്കളെ അടിച്ച് നിലംപരിശാക്കി, എഴിച്ചു വയ്ക്കാനാവാത്ത രീതിയിലെടുത്ത് ജീവനോടെ കത്തിക്കുന്നു, നഗ്നരാക്കിയിട്ടാണ് കത്തിക്കുന്നത്. അതും കൂടി ഏറെ പ്രസക്തമായിട്ടുള്ള കാര്യമാണ്. നഗ്നരാക്കിയിട്ടാണ്, തുണി ഒഴിഞ്ഞിട്ടാണ്. ഇവിടെ പഹൽഗാമിൽ തുണി അഴിച്ച് നോക്കി ആള് ഏത് മതമാണെന്ന് മനസ്സിലാക്കി വെടിവെച്ച് കൊന്നതുപോലെ ഇവിടെ ആളുടെ വസ്ത്രമഴിച്ച് മർദ്ദിച്ച് അവശനാക്കി എടുത്തു വെച്ച് ജീവനോടെ കത്തിക്കുന്നതാണ് ബംഗ്ലാദേശിൽ കണ്ടത്. അതേപടി തന്നെയാണ് ഇപ്പോൾ ആവർത്തിച്ച് അവിടെ നടന്നുകൊണ്ടിരിക്കുന്ന കൂടുതൽ ആൾക്കാർ. അതിനിടയ്ക്ക് ഒരു യുവ നേതാവും കൂടെ അവരുടെ ഈ പറയുന്ന ഭീകരനായിട്ടുള്ള ഒരു മുത്തലിഖ് ഷിഖ്ദാർ എന്ന് പറയുന്ന അയാൾ ഈ പറയുന്ന ഇന്ത്യ വിരുദ്ധ പ്രസ്താവനകളൊക്കെ നടത്തുന്ന ആളാണ്. അവിടുത്തെ യൂണിയൻ ആൾക്കാരെയൊക്കെ ഏകോപിപ്പിച്ച് തൊഴിലാളി റാലി നടത്താനായിട്ട്. തൊഴിലാളി റാലി എന്താ? തൊഴിലാളി റാലി എന്ന പേരേ ഉള്ളൂ. അത് കലാപമാണ്, അക്രമം നടത്താൻ വേണ്ടിയിട്ടാണ്. ആ അക്രമം നടത്തുന്ന ആളാണ് ഇപ്പോൾ വെടിയേറ്റിരിക്കുന്നത്. നേരത്തെ ഇന്ത്യയുടെ തലയിൽ വയ്ക്കാൻ നോക്കി, അതിപ്പോൾ തന്നെ മനസ്സിലായി ഛാത്ര ലീഗിൻ്റെ ആളാണെന്ന്. അപ്പോൾ ഇത്തരത്തിലാണ് ബംഗ്ലാദേശിൻ്റെ അവസ്ഥ. ബംഗ്ലാദേശ് അതിദാരുണമായ അവസ്ഥയിൽ. ഇവർ സേവ് പാലസ്തീൻ, നിങ്ങൾ പാലസ്തീന് വേണ്ടി സംസാരിക്കും, നിങ്ങളൊരു മുസ്ലിമിന് വേണ്ടിയിട്ടല്ല, മുസ്ലിമായിട്ടല്ല, നിങ്ങൾ മനുഷ്യനാണെങ്കിൽ പാലസ്തീന് വേണ്ടി സംസാരിക്കണം, അവിടുത്തെ മനുഷ്യർക്ക് വേണ്ടിയിട്ട് സംസാരിക്കണം എന്ന് പറഞ്ഞവരാണ്. ഒരു മനുഷ്യൻ പോലും വാതുറക്കുന്നില്ല. ഇവർ മൃഗങ്ങളും ഭീകരരും മാത്രമാണ് ഈ പാലസ്തീന് വേണ്ടിയിട്ട് വാദിച്ചത്. അവർക്ക് അവരുടെ മതം മാത്രമാണ് നോക്കിയിരുന്നത് എന്ന് നമുക്ക് പറയേണ്ടി വരും. കാരണം ബംഗ്ലാദേശിൽ പിടഞ്ഞു വീണ് മരിക്കുന്ന കുട്ടികൾ, അത് മുസ്ലിം കുട്ടികളാണ്. 7 വയസ്സുള്ള മുസ്ലിം കുട്ടിയാണ്, 16-14 വയസ്സുള്ള മുസ്ലിം കുട്ടിയാണ്. അപ്പോൾ നമ്മൾ പറയുന്നത് മനുഷ്യത്വത്തിന് വേണ്ടിയിട്ടാണ്, മതത്തിന് വേണ്ടിയിട്ടല്ല. പക്ഷേ ഇവർ മതം മാത്രമേ കാണുന്നുള്ളൂ, മനുഷ്യനെ കാണുന്നില്ല. അതുകൊണ്ടാണ് ബംഗ്ലാദേശിന് വേണ്ടിയിട്ട് ഒരാളും വാ തുറക്കാത്തത്.